ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എക്സലിലെ VLOOKUP ഫോമിലേക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന DGET ഫംഗ്ഷൻ അഥവാ DGET ഫോമിലെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം എന്തുകൊണ്ട് DGET ഫംഗ്ഷൻ എന്നത് പറയാം. ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. അതിലാദ്യത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ എക്സലിലെ VLOOKUP ഫംഗ്ഷന് ഇടതുവശത്തേക്ക് ലുക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ DGET ഫംഗ്ഷന് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ലുക്കപ്പ് ചെയ്യാനും സെർച്ച് ചെയ്ത വാല്യൂസിനെ കണ്ടെത്താനും സാധിക്കും. 2, DGET ഫംഗ്ഷന് പാർഷ്യൽ മാച്ചസിനെ കണ്ടെത്താൻ സാധിക്കും. അതായത് ഒരു ടേബിളിൽ നിന്നും അജയ് ആനന്ദ് എന്ന പേര് കണ്ടെത്തിയ ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. DGET ഫംഗ്ഷനുള്ളിലേക്ക് അജയ് ആനന്ദ് എന്ന മുഴുവൻ പേര് കൊടുക്കുന്നതിന് പകരം അജയ് എന്ന പേര് കൊടുത്തു കഴിഞ്ഞാലും DGET ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യും. 3, DGET ഫംഗ്ഷന് ഓർ കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതായത് DGET ഫംഗ്ഷനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന 2, 3 അല്ലെങ്കിൽ അതിലധികം വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. 4, DGET ഫംഗ്ഷന് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് അഥവാ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ചെക്ക് ചെയ്ത ശേഷം റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. VLOOKUPോ മറ്റേതെങ്കിലും ലുക്കപ്പ് ഫംഗ്ഷനോ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണിത്. ഈ 4 കാരണങ്ങൾക്ക് പുറമെ DGET ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്. അത് ഞാൻ ഫോമുല എഴുതുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എനിക്ക് നേരിട്ട് പരിചയമുള്ള എക്സൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചു. അതിൽ നല്ലൊരു ശതമാനം ആളുകളും DGET ഫംഗ്ഷനെ കുറിച്ച് കേട്ടിട്ട് തന്നെ ഇല്ല. ഇനി കേട്ടിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ച് നോക്കാൻ മെനക്കെട്ടിട്ടില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് DGET ഫംഗ്ഷൻ അറിയാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും ഇത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഫംഗ്ഷൻ നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ എക്സലിലെ DGET ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് എഴുതുന്നത് എന്നത് നോക്കാം. എക്സലിൻ്റെ പുതിയ ലുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു. മൈക്രോസോഫ്റ്റ് 365ൻ്റെ പുതിയ അപ്ഡേറ്റിൻ്റെ ഭാഗമാണിത്. റിബണിലെ അറേഞ്ച്മെൻറ്റൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. ഇതിനു പുറമെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമുക്ക് എക്സലിലെ DGET ഫംഗ്ഷൻ അഥവാ DGET ഫോമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കാം. ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിലെ എംപ്ലോയി ID, രണ്ടാമത്തെ കോളത്തിലെ എംപ്ലോയി നെയിം, മൂന്നാമത്തെ കോളത്തിലെ ഡെസിഗ്നേഷൻ, നാലാമത്തെ കോളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ്, അഞ്ചാമത്തെ കോളത്തിലെ ഗ്രോസ് സാലറി. ഇനി ഈ ടേബിളിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിയുടെ എംപ്ലോയി ID കണ്ടെത്തണമെന്ന് വിചാരിക്കുക. നമുക്കറിയാം VLOOKUP ഫംഗ്ഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിന് സാധിക്കില്ല. കാരണം VLOOKUP ഫംഗ്ഷന് ഇടതുവശത്തേക്ക് ലുക്കപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ DGET ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ എംപ്ലോയിയുടെ എംപ്ലോയി ID ഈ ടേബിളിൽ നിന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈക്വൽ DGET ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. DGET ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റുകളാണുള്ളത്. 1 ഡേറ്റാബേസ്, 2 ഫീൽഡ്, 3 ക്രൈറ്റീരിയ. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ഡേറ്റാബേസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, DGET ഫംഗ്ഷൻ ഒരു ഡേറ്റാബേസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ DGET ഫംഗ്ഷനുള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ടേബിളിന് കോളം ഹെഡറുകൾ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം ഈ കോളം ഹെഡറുകളുടെ അടിസ്ഥാനത്തിലാണ് DGET ഫംഗ്ഷൻ ഡേറ്റയെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ടേബിളാണ് നമ്മുടെ ഡേറ്റാബേസ്. ഈ ടേബിൾ സെലക്ട് ചെയ്യുക. കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഫീൽഡ്. ഈ ടേബിളിലെ അഥവാ ഈ ഡേറ്റാബേസിലെ ഏത് കോളത്തിൽ നിന്നാണോ ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ കോളമാണ് ഫീൽഡ്. നമുക്കിവിടെ ID എന്ന ഒന്നാമത്തെ കോളത്തിൽ നിന്നാണ് ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. സോ ID എന്ന ഒന്നാമത്തെ കോളമാണ് ഇവിടുത്തെ ഫീൽഡ്. 1 എന്ന വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1. ഇങ്ങനെ കോളം നമ്പറിന് പകരം മറ്റ് 2 രീതികളോട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് വഴിയെ പറയാം. കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ. ഇവിടെ ഈ എംപ്ലോയി നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി ID ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ എംപ്ലോയി നെയിമാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ശ്രദ്ധിക്കേണ്ട കാര്യം, DGET ഫംഗ്ഷനുള്ളിൽ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുമ്പോൾ കണ്ടെത്തേണ്ടുന്ന വാല്യൂ മാത്രമല്ല, കണ്ടെത്തേണ്ടുന്ന വാല്യൂ ഉള്ള കോളത്തിൻ്റെ പേര് കൂടി സ്പെസിഫൈ ചെയ്യുക. അതായത് കോളം ഹെഡറും കണ്ടെത്തേണ്ടുന്ന വാല്യൂം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, അമിത് രഞ്ജൻ എന്ന എംപ്ലോയിയുടെ എംപ്ലോയി ID നമുക്കിവിടെ കിട്ടി. മറ്റൊരു പേര് നമുക്കിവിടെ ഉപയോഗിച്ച് നോക്കാം. രാഹുൽ മോഡി. നോക്കുക, രാഹുൽ മോഡിയുടെ എംപ്ലോയി ID നമുക്കിവിടെ കിട്ടി.
ഇനി അഞ്ചാമത്തെ കോളത്തിൽ നിന്ന് ഗ്രോസ് സാലറി ആണ് വേണ്ടതെങ്കിൽ 1 പകരം 5 എന്ന വാല്യൂ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കോളം നമ്പറിന് പുറമെ ഫീൽഡ് ഡിഫൈൻ ചെയ്യാനായിട്ട് മറ്റ് 2 രീതികൾ കൂടിയുണ്ട്. അതിൽ രണ്ടാമത്തെ മെത്തേഡ് കോളം നമ്പർ ഉപയോഗിക്കുന്നതിന് പകരം കോളത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഫീൽഡിൻ്റെ സ്ഥാനത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബിൾ കോട്ട്സ് എൻ്റർ. നോക്കുക, രാഹുൽ മോഡിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഇനി മൂന്നാമത്തെ മെത്തേഡൂടെ പറയാം. ഇങ്ങനെ കോളം ഹെഡറിലൂടെ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം കോളം ഹെഡർ മറ്റേതെങ്കിലും സെല്ലിൽ എൻ്റർ ചെയ്തിട്ട് ആ സെൽ റെഫറൻസ് ഇവിടെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ID എന്ന കോളത്തിൽ നിന്നാണ് നമുക്ക് ഡേറ്റ വേണ്ടതെങ്കിൽ ഇവിടെ ID എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ സെൽ റെഫറൻസിനെ ഫോർമുലയിൽ ഉപയോഗിക്കാം. ഡിലീറ്റ് ID എൻ്റർ. നോക്കുക, ID എന്ന കോളത്തിൽ നിന്ന് ഡേറ്റ നമുക്കിവിടെ കിട്ടി. ഡെസിഗ്നേഷൻ കിട്ടാനായിട്ട് ഈ ഫോമുല നമ്മൾ വലതുവശത്തേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇപ്പോൾ കിട്ടില്ല. കാരണം നോക്കുക, നമ്മുടെ ഡേറ്റാബേസ് ഷിഫ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ക്രൈറ്റീരിയയും ഷിഫ്റ്റ് ചെയ്തു. ഇത് ഒഴിവാക്കാനായിട്ട് ഈ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ഈ സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4, വീണ്ടും ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നു, F4 എൻ്റർ. ഇനി ഫോമുല വലതുവശത്തേക്ക് കോപ്പി ചെയ്യാം. നോക്കുക, രാഹുൽ മോഡിയുടെ ഡെസിഗ്നേഷൻ നമുക്കിവിടെ കിട്ടി. ഗ്രോസ് സാലറി കിട്ടണമെങ്കിൽ കോപ്പി, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ഫോമുല വലതുവശത്തേക്ക് കോപ്പി ചെയ്യുന്നു. മറ്റൊരു പേര് നമുക്കിവിടെ ഉപയോഗിച്ച് നോക്കാം. വിവേക് റെഡ്ഡി എൻ്റർ. നോക്കുക, വിവേക് റെഡ്ഡിയുടെ ID, ഡെസിഗ്നേഷൻ, ഗ്രോസ് സാലറി എന്നിവ നമുക്കിവിടെ കിട്ടി. സോ DGET ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. DGET ഫംഗ്ഷന് ഇടതുവശത്തേക്ക് ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് DGET ഫംഗ്ഷന് പാർഷ്യൽ മാച്ചസ് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഗോകുൽ രാജ് എന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഗോകുൽ രാജ് എന്ന മുഴുവൻ പേര് ഉപയോഗിക്കുന്നതിന് പകരം ഗോകുൽ എന്ന പേര് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റാബേസിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ DGET ഫംഗ്ഷൻ നമ്പർ എറർ ആകും റിട്ടേൺ ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഗോകുൽ രാജ് എന്ന പേര് ഉപയോഗിക്കുന്നു. നോക്കുക, ഫോമുല നമ്പർ എറർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. വീണ്ടും നാദിയ ബേഗ് എന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നാദിയ എൻ്റർ. ഇനി DGET ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, DGET ഫംഗ്ഷന് ഓർ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 വാല്യൂസിൽ ഏതെങ്കിലും ഒന്നിനെ കണ്ടെത്താൻ സാധിച്ചാൽ DGET ഫംഗ്ഷൻ കറസ്പോണ്ടിങ് വാല്യൂസ് റിട്ടേൺ ചെയ്യും. ഉദാഹരണത്തിന് ഞാനിവിടെ 2 പേരുകൾ എൻ്റർ ചെയ്യുന്നു. അജയ് എൻ്റർ, അരുൺ എൻ്റർ. ഇനി ഫോമുലകളിലെ ക്രൈറ്റീരിയ റീഡിഫൈൻ ചെയ്യുന്നു. അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, F4 എൻ്റർ. ഇനി ഫോമുല വലതുവശത്തേക്ക് കോപ്പി ചെയ്യുന്നു. ഈ 2 പേരുകളും ഈ ഡേറ്റാബേസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഫോമുല വാല്യൂ എറർ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈ 2 പേരുകളിൽ ഏതെങ്കിലും ഒന്ന് ഞാനിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അരുൺ, നോക്കുക, അതിനനുസരിച്ച് ഫോമുല അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കുക, ഈ 2 പേരുകളും ഈ ഡേറ്റാബേസിലുണ്ടെങ്കിൽ DGET ഫംഗ്ഷൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഫോമുല നമ്പർ എറർ ആകും റിട്ടേൺ ചെയ്യുക. ഇനി DGET ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ നാലാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. DGET ഫംഗ്ഷന് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ ടേബിളിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ് ഈ പറയുന്ന എക്സാമിന് നേടിയ മാർക്ക് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. VLOOKUP ഫംഗ്ഷനോ മറ്റേതെങ്കിലും ലുക്കപ്പ് ഫംഗ്ഷനോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കാത്ത കാര്യമാണിത്. DGET ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈ മാർക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈക്വൽ DGET ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ഡേറ്റാബേസ്, ഈ ടേബിൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഫീൽഡ്, മാർക്സ് ഉള്ളത് മൂന്നാമത്തെ കോളത്തിലാണ് 3, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ക്രൈറ്റീരിയ,
പീറ്റർ എന്ന കാൻഡിഡേറ്റും കെമിസ്ട്രി എന്ന എക്സാമുമാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഈ 4 സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, പീറ്റർ എന്ന കാൻഡിഡേറ്റ് കെമിസ്ട്രി എക്സാമിന് നേടിയ മാർക്ക് ഇവിടെ കിട്ടി. ഹന, എൻ്റർ. വളരെ പെട്ടെന്ന് മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. KFCയിലെ വെജ് റാപ്പിൻ്റെ പ്രൈസ് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ DGET ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഫീൽഡ്, പ്രൈസ് എന്ന കോളം ഹെഡർ സെലക്ട് ചെയ്യുന്നു, കോമ, ക്രൈറ്റീരിയ, ഈ 6 സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, KFCയിലെ വെജ് റാപ്പിൻ്റെ പ്രൈസ് നമുക്കിവിടെ കിട്ടി. ഇനി ബർഗർ കിങ്ങിലെ വെജ് റാപ്പിൻ്റെ പ്രൈസാണ് വേണ്ടതെങ്കിൽ ബർഗർ കിങ്, എൻ്റർ. DGET ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് നമ്മൾ കണ്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, VLOOKUP ഫോമിലേക്ക് ഒരു പകരക്കാരനോ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ല DGET ഫംഗ്ഷൻ. VLOOKUP ഫോമില വർക്ക് ചെയ്യാത്ത ചില സാഹചര്യങ്ങളിൽ DGET ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓരോ ഫംഗ്ഷനും അതിൻ്റേതായിട്ടുള്ള ഉപയോഗവും പ്രത്യേകതകളും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DCount, DMIN, DMAX, DSUM തുടങ്ങി ഒരുപാട് ഡേറ്റാബേസ് ഫംഗ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് DGET. ഈ പറഞ്ഞ ഡേറ്റാബേസ് ഫംഗ്ഷനുകളെക്കുറിച്ച് വഴിയെ പറയാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.